നമസ്കാരം. നമ്മൾ ഒരാളെ വിമർശിക്കുന്നതിനോ കുറ്റപ്പെടുത്തുന്നതിനോ മുൻപ് അയാളെ കുറ്റപ്പെടുത്താനുള്ള യോഗ്യത നമുക്കുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തണം. അതാണ് മാന്യതയും മനുഷ്യത്വവും ധാർമ്മികതയുമുള്ള ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്. എന്നാൽ നമ്മുടെ രാഷ്ട്രീയക്കാർ, പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയക്കാർ, ഇത്തരക്കാരെയല്ല. അവർക്ക് എന്ത് പോക്രത്തനവും കാണിക്കാം, എന്ത് തെമ്മാടിത്തരവും കാണിക്കാം. പക്ഷേ മറ്റൊരാളത് ചെയ്യാൻ പാടില്ല. മറ്റൊരാൾ ചെയ്താൽ അവർ ഇതെല്ലാം മറന്ന് കുറ്റപ്പെടുത്തും. അവർ ചെയ്ത തെറ്റിനെ അവർ മറ്റുള്ള ഒരു മനുഷ്യൻ്റെ, സാധാരണ മനുഷ്യൻ്റെ യുക്തിക്ക് നിരക്കാത്ത തരത്തിൽ ന്യായീകരിക്കുകയും ചെയ്യും. അതുപോലെയാണ് നമ്മുടെ കെ.ബി. ഗണേഷ് കുമാർ. അദ്ദേഹം ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. ഈ കെ.ബി. ഗണേഷ് കുമാറിൻ്റെ ഒരു രീതിയൊക്കെ നമുക്കറിയാം. മൈക്കിന് മുന്നിൽ, പ്രത്യേകിച്ചും LDF സർക്കാരിൽ വന്നതിന് ശേഷം മൈക്കൊക്കെ കിട്ടിയാൽ അദ്ദേഹം മറ്റുള്ളവരെ അധിക്ഷേപിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാറില്ല. സുരേഷ് ഗോപി എത്രയോ തവണ അദ്ദേഹം ഇത്തരത്തിൽ അപമാനിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി പക്ഷേ അതിനൊന്ന് കാര്യമായിട്ടുള്ള ഒരു മറുപടിയൊന്നും പറയാൻ പോയില്ല. അദ്ദേഹത്തിൻ്റെ മാന്യത കൊണ്ടായിരിക്കാം ഗണേശൻ്റെ പഴയ അശ്ലീല കഥകളും ഇക്കിളി കഥകളൊന്നും ഒന്നും അദ്ദേഹം പറയാത്തത്. ഒരുപക്ഷെ മറ്റൊരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ, ഗണേശനായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ M.M. മണിയെ പോലെയുള്ള ഒരു നേതാവായിരുന്നെങ്കിൽ ഒരുപക്ഷെ അതൊക്കെ പൊതുജനമധ്യത്തിൽ വിളമ്പിയേനെ. കെ.ബി. ഗണേഷ് കുമാറിൻ്റെ അവസാനത്തെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ മാസം ഒരു KSRTC ബസ്സിൻ്റെ ഫ്രണ്ടിൽ ഒരു മിനറൽ വാട്ടർ ബോട്ടിൽ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ബസ് തടഞ്ഞു നിർത്തി ആ ഡ്രൈവറെയും കണ്ടക്ടറെയും പൊരിവെയിലത്ത് ഇറക്കി നിർത്തി കാണിച്ച പട്ടിഷോ. ഗണേഷ് കുമാറിൻ്റെ ഉള്ളിലുള്ള വിചാരം ഇപ്പോഴും അദ്ദേഹം ആ പഴയ ജന്മിത്തം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. കീഴൂട്ട് രാമൻപിള്ളയുടെ ചെറുമകന് അത്തരത്തിൽ തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഈ ജന്മിത്തമൊക്കെ പോയി മറഞ്ഞ കാര്യമൊന്നും ഈ ഗണേഷ് കുമാർ അറിഞ്ഞ മട്ടില്ല. ഒരുപക്ഷെ അത് അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നത് കൊണ്ടാവാം. പക്ഷെ എന്തായാലും അത് വിലപ്പോകില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ഇതിപ്പോൾ പറയാൻ കാരണം, രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഈ വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ഇന്നലെ ഗണേഷ് കുമാർ നടത്തിയ ഒരു ഗീർവാണ പ്രസംഗം കേൾക്കാനിടയായി. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വളരെ അധിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹത്തെ ജയിലിൽ കിടക്കുകയാണ്. ആ ജയിലിൽ കിടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്തിറക്കാനായിട്ട് ഈ കോൺഗ്രസ്സുകാരൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള തരത്തിൽ വളരെ പരിഹാസ്യപരമായിട്ട് ആണ് അദ്ദേഹം ഇത് പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ ഈ ഗണേഷ് കുമാർ ആരാണെന്ന് കൂടി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാമെങ്കിലും അതൊന്ന് ഓർക്കേണ്ടതുണ്ട്. ഈ CBI റിപ്പോർട്ടിൽ പോലും, സോളാർ പരാതിയുമായി ബന്ധപ്പെട്ട CBI റിപ്പോർട്ടിൽ പോലും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ അതിലെ പരാതിക്കാരിയുടെ ഒരു കുട്ടിയുടെ അച്ഛൻ ഗണേഷ് കുമാർ ആണെന്നുള്ള കാര്യം. പിന്നെ ഗണേഷ് കുമാറിൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം. പക്ഷേ ഇത് ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് അത് പറയേണ്ട കാര്യമില്ലെങ്കിൽ പോലും ഇത്തരക്കാർ ഈ വളരെ LDF നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നാൽ ആരെയും എന്തും പറയാമെന്നുള്ള ഒരു ധാർഷ്ട്യം നല്ലതല്ല. പക്ഷേ ഗണേഷ് കുമാറിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഭാര്യ യാമിനി തങ്കച്ചി പറയുന്ന ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. ആ വീഡിയോ കേരളത്തിലെ പൊതുസമൂഹം ഒന്നുകൂടി കാണണം. കാരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. പത്തനാപുരത്തെ ജനങ്ങൾ തന്നെ വിട്ടുകളയില്ല എന്നുള്ളൊരു ധാർഷ്ട്യവും അഹങ്കാരവും ഈ പറയുന്ന ഗണേഷ് കുമാറിനുണ്ട്. അപ്പോൾ ഗണേഷ് കുമാറെങ്കിലും ഒരു ആത്മപരിശോധന നടത്തണം. ഇതുപോലെയുള്ള പരാമർശങ്ങൾ നടത്താൻ താൻ യോഗ്യനാണോ എന്നുള്ള കാര്യം. എന്തായാലും ആ വീഡിയോ ഒന്ന് കാണുക. ഇപ്പോൾ എല്ലാവർക്കും ആഗ്രഹം ഒരാളെ പിടിച്ചുകൊണ്ട് ജയിലിൽ ഇട്ടിട്ടുണ്ട്, അയാൾക്ക് ജാമ്യം കിട്ടുമെന്ന് അറിയാനുള്ള വലിയ ആകാംക്ഷയിലാണ്. അയാളെ ഒന്ന് എങ്ങനെയെങ്കിലും ഇറക്കിക്കൊണ്ടു പോകണമെന്നാണ്. അധപ്പതനം എന്നല്ലാതെ എന്ത് പറയാൻ. കോൺഗ്രസിന് അന്തസ്സുണ്ടെങ്കിൽ അയാളോട് MLA സ്ഥാനം രാജിവെക്കുമെന്ന് വേണം. ഞങ്ങൾ പുറത്താക്കി, ഇനി അയാൾ ഏത് കയ്യാലെ ചാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ. അയാളെ പുറത്തു പോകാൻ പറയൂ. അപ്പൊ എൻ്റെ അടുത്ത് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ അത് കേട്ട് അതിൻ്റെ ഷോക്കിലിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കാണ് ഇദ്ദേഹം തിരിച്ചു വരുന്നു. അത് കഴിഞ്ഞ് ഇവർ അകത്തോട്ട് സംസാരിക്കാൻ പോണു. അപ്പോൾ ആദ്യം നിഷേധിച്ചു, ഇല്ല ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല, വെറുതെയാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ എല്ലാം പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് വളരെ വിശദമായി എന്നാ പോയത്, എത്ര മണിക്ക് പോയി, ഏത് വണ്ടിയിൽ പോയി, എപ്പോൾ പിക്കപ്പ് ചെയ്തു, എങ്ങനെയാണ് മുറിക്കകത്തോട്ട് കയറ്റിയത്. എന്നിട്ട് പിന്നെ ഇവൻ ചോദിച്ചു ബെഡ്റൂമിനകത്ത് നടന്നത് എന്തോ ആണെന്നും കൂടെ പറഞ്ഞു തരട്ടെ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ അയാളുടെ കാലിലോട്ടങ്ങ് വീണിട്ട് മാപ്പ് ക്ഷമിക്കണം തെറ്റുപറ്റിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ അത്ര പേരെ കണ്ടുള്ളൂ. എനിക്കതിനപ്പുറം കാണാനുള്ള ഒരു മനക്കരുത്തില്ലായിരുന്നു. അപ്പോൾ ഞാനത് ആകെ ഷോക്ക്ഡായിരുന്നു. എനിക്കാകെ എൻ്റെ ജീവിതം മുഴുവനും പോയല്ലോ എന്നുള്ളൊരു വിഷമമായിരുന്നു. അതുകൊണ്ട് ഞാൻ ആകെ കരച്ചിലും ബഹളമൊക്കെ ആയിട്ട് ഞാൻ ഇതേ കരഞ്ഞുകൊണ്ട് തന്നെ അകത്തോട്ട് കയറിപ്പോയി. ഇത് എന്തൊക്കെയാണ് ഞാൻ കാണുന്നത്, എന്തുവാ ഇതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നേരെ പോയി കതവ് കുറ്റിയിട്ടിട്ട് അങ്ങ് അടി തുടങ്ങി. എന്നെ കഴുത്തിന് വരെ പിടിച്ച് ഞെക്കി. എന്തൊക്കെ ചെയ്തു എന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ എവിടെയൊക്കെ പോയി ഇടിക്കുന്നു, തട്ടുന്നു, വീഴുന്നു.